ചെറിയ സംശയം. ഈ ഗണപതി അല്ല സർവ്വജീവജാലങ്ങളുടെയും ശ്വസനശീലമുള്ള സർവ്വജീവജാലങ്ങളുടെയും പ്രതിനിധിയായിരിക്കുന്ന, എന്നാൽ വിഘ്നങ്ങളെ കുത്തി അകറ്റുവാൻ കഴിവുള്ള, ആരുടെ വിഘ്നങ്ങളെ കുത്തി അകറ്റുവാൻ കഴിവുള്ള എന്ന് ചോദിച്ചാൽ സസ്യലോകത്തിന്റെ വിഘ്നങ്ങളെ കുത്തി അകറ്റുവാൻ കഴിവുള്ള, സസ്യലോകത്തെ സംരക്ഷിക്കുന്ന, സസ്യലോകത്തിന് പരാഗണം നടത്തി കൊടുക്കുന്ന, അവരുടെ സർവ്വവിഘ്നങ്ങളെയും തടുക്കുവാൻ ശേഷിയുള്ള സർവ്വജീവഗണങ്ങളെയുമാണ് ഗണപതി എന്ന് പറയുന്ന സങ്കല്പത്തിൽ കാണുന്നത്. അതേ അർത്ഥത്തിൽ തന്നെയാണല്ലോ അനന്തകോടി ജീവജാലങ്ങളുടെ സംരക്ഷകനായിട്ട് അനന്തനും നിൽക്കുന്നത്. അനന്തൻ എന്ന് പറഞ്ഞാൽ അനന്തകോടി ജീവജാലങ്ങളിൽ ശയിക്കുന്നവനാണ്. സകല ജീവജാലങ്ങളുടെയും പ്രതിനിധിയാണ് അനന്തൻ. വാസുകി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസിക്കുന്നവരാണ്. ശിവന്റെ കഴുത്തിൽ കിടക്കുന്നത് വാസുകിയാണ്. ഭൂമിയുടെ അടയാളം. ഇപ്പോൾ ശിവന്റെ കഴുത്തിൽ വസിക്കുന്നത് വാസുകിയാണ്. ഇപ്പോൾ വസിക്കുന്നവരാണ് ശിവന്റെ ആഭരണം. എന്നാൽ വൃക്ഷലോകം ശയിക്കുന്നത്, വിഷ്ണു ശയിക്കുന്നത് അനന്തനാണ്. അനന്തകോടി ജീവജാലങ്ങളാൽ ശയിക്കുന്നവനാണ് വിഷ്ണു. കാരണം ഏറ്റവും ആദ്യം തൊട്ട് തുടങ്ങിയാൽ എല്ലാ ജീവജാലങ്ങളും വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ ശയനത്തിന് കാരണമാണ്. അതുകൊണ്ടാണ് അനന്തന്റെ പുറത്താണ് വിഷ്ണു ശയിക്കുന്നത് എന്ന് പറയും. ഇതൊരു വളരെ രസകരമായി തോന്നുന്നു. അനന്തകോടി ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന, ജീവജാലങ്ങൾ ശയിക്കുന്ന അനന്തനിലാകുമ്പോഴും അനന്തകോടി ജീവജാലങ്ങളുടെ സംരക്ഷകനായിട്ടും ഗണനായകനായിട്ടും നിൽക്കുന്നത് ഗണപതിയാകുന്നു. അതെ.